ദ്വാരപാലക ശില്പത്തിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ അവിടെ നടക്കുകയാണ്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ വിവാദമുണ്ടാക്കിയ ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണ്ണപ്പാളി ഇതാണ് അറ്റകുറ്റപ്പണിക്കായി ഇവിടെ നിന്നും കൊണ്ടുപോയത്. പിന്നീട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം എത്തിച്ച സ്വർണ്ണപ്പാളി, അതിലിപ്പോൾ ഹൈക്കോടതി ഇടപെടലുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ വിവാദമാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ തിരികെ അത് സ്ഥാപിക്കേണ്ടത് ആ രീതിയിൽ നടപടിക്രമങ്ങൾ പാലിച്ചിപ്പോൾ ഇവിടെ ആ ചടങ്ങ് നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ച ശേഷം അത് കൃത്യമായി ഈ ദ്വാരപാലക ശില്പത്തിന്മേൽ ഫിക്സ് ചെയ്യുകയാണ്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. അരുൺ രാജ് കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നു. അരുൺ രാജ്, ഇപ്പോൾ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുന്ന ആ പ്രവൃത്തി അത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ ഭക്തജന തിരക്ക് നമുക്ക് അവിടെ കാണാം. ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴും അത് തിരികെ സ്ഥാപിക്കുമ്പോഴും ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. അത് മാനുവലിലും പറയുന്നത് പ്രകാരമാണ്. ആ രീതിയിൽ തന്നെയുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ടോ? പ്രജിൻ, നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്കിടവെച്ചതാണ് ഈ ദ്വാരപാളികളിലെ സ്വർണ്ണപ്പാളികൾ. അത് ഈ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയാണ് എന്നുള്ളത്. കാരണം ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ അടക്കമുള്ളവർ ഉണ്ടായിട്ടും അവരുടെ അനുമതി വാങ്ങാതെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ ഇത് കൈമാറുകയായിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കടക്കം ഇടവെക്കുകയും ഇത് പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ കഥകൾ പുറത്തു വന്നത്. ഇതിനുശേഷം ഈ ചെന്നൈയിൽ നിന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻ അടക്കം എത്തിച്ച ഈ സ്വർണ്ണ പാളികൾ തിരിച്ച് ഇവിടെ എത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിയോഗിച്ച ഈ പ്രത്യേക സമിതിയുടെ നേതൃത്വത്തിൽ ഇത് നടത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇത് സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ശബരിമല സ്പെഷ്യൽ ഓഫീസറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ സ്മിത്ത് അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇവരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ വേണം ഇത് പൂർണ്ണ സ്ഥാപിക്കാൻ. ഹൈക്കോടതി ഇക്കാര്യത്തിൽ പ്രത്യേക നിരീക്ഷണം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തിരിച്ചു കൊണ്ടുവന്നതിൽ സ്വർണ്ണമാണെന്ന സംശയം അടക്കം നേരത്തെ ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും നടത്തിയിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ശ്രീകോവിലിന്റെ ഭാഗത്ത് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുകയാണ്. ഈ ദ്വാരപാലക ശില്പത്തിലാണ് സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നത്. ഈ പ്രവർത്തികൾ അതിവേഗം പൂർത്തിയാകും. കാരണം ഇത് നേരത്തെ കണക്കെടുത്ത് കൊണ്ടുപോയി അതിൽ സ്വർണം പൂശി തിരിച്ചെത്തിക്കുന്നതാണ്. ദീപാരാധനയ്ക്ക് മുമ്പ് ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ തീരുമാനിച്ചത്. തന്ത്രിയുമായി അടക്കം ആലോചിച്ച സമയക്രമം നിശ്ചയിച്ച ശേഷമാണ് ഇപ്പോൾ ഇത് നടപടികൾ നടത്തുന്നത്. ഇപ്പോൾ ഒരു വശത്ത് ഈ ഇടതുവശത്തെ ദ്വാരപാലക ശില്പത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ അത് ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരുണ്ട്. അത് അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ട് ഭാഗത്തുള്ള ദ്വാരപാലക ശില്പങ്ങൾ, രണ്ട് ശില്പങ്ങളുണ്ട്. ദ്വാരപാലകർ രണ്ടുപേരുണ്ട്. അവരിലാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരേ സമയം ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ ആ സ്വർണ്ണപ്പാളി അത് സ്ഥാപിക്കുകയാണ്. അത് കൃത്യമായി അളവെടുത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സമയമെടുക്കാതെ അത് ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്നാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഭക്തജനങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. 2019 ഇവിടെ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളി, അതിൽ നേരത്തെ നമ്മൾ കണ്ടതാണ്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അടക്കം പറയുന്നത് ഈ പാളികളിൽ ചെമ്പ് തെളിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവിടെ അത്തരത്തിൽ അതുകൊണ്ടാണ് സ്വർണം പൂശാൻ വേണ്ടി ആവശ്യപ്പെട്ടത്, അത് ചെമ്പായിരുന്നു എന്ന് മഹസ്റിൽ രേഖപ്പെടുത്തപ്പെട്ട അതേ പാളിയാണ് ഇപ്പോൾ തിരികെ സ്ഥാപിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2025 ഈ വർഷം കഴിഞ്ഞ മാസം ആണ് ഈ രീതിയിൽ സ്വർണ്ണപ്പാളി ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷേ ആ സമയത്തും ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് അറിയാതെ അത് കൊണ്ടുപോയി എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെടുന്നു. ചെന്നൈയിൽ നിന്നും പണി പൂർത്തിയാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. അതിന് പിന്നാലെ ഇവിടെ എത്തിച്ച അതേ സ്വർണ്ണപ്പാളിയാണ് ഇപ്പോൾ തിരികെ സ്ഥാപിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ വിവാദമുണ്ടാക്കിയ സ്വർണ്ണപ്പാളി വിഷയം, അതിലാണ് ഇന്നിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായതും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവാദ സ്പോൺസറൊക്കെ കുരുക്കിലായതുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം ഉരുക്കി അത് പലർക്കായി വീതിച്ചു നൽകി എന്നതൊക്കെയുള്ള മൊഴികൾ ഇന്ന് പുറത്തു വന്നു. വളരെ സുപ്രധാനമായ പ്രധാനപ്പെട്ട മൊഴികളാണിത്. അതിന്റെ പങ്കുപറ്റിയവർ ആരാണ്, അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ടോ, മറ്റാരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി തെളിയാനുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്.
MG പ്രതീഷ് കൂടി ചേരുന്നു സന്നിധാനത്തും. പ്രതീഷ്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം ഈ ജോലി പൂർത്തിയായിട്ടുണ്ട്. തിരികെ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിന്മേൽ. വിവരങ്ങൾ പറയൂ. പ്രജിൻ, ഏകദേശം 60% ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വശത്ത് തീർത്ഥാടകരുടെ വലിയ തിരക്ക്, തീർത്ഥാടകരുടെ വലിയ നീണ്ട നിര ഒരു വശത്തുണ്ട്. മറ്റൊരു വശത്താണ് ഈ വിവാദമായ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ഈ നടപടിക്രമങ്ങൾ നടത്തുന്നത്. ഈ പ്രവൃത്തി പരിചയമുള്ള ജീവനക്കാരാണ് ഈ സ്വർണം പൂശിക്കൊണ്ടുവന്ന ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത്. 98, 99 കാലത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ വിജയ് മല്യ സ്വർണം പൂശി നൽകിയത്. പിന്നീട് ഒരു 10-20 വർഷങ്ങൾക്ക് ഇപ്പുറം 2019 നടന്ന അറ്റകുറ്റപ്പണി, അതാണ് ഈ ക്രമക്കേടുകൾക്കെല്ലാം വലിയ തുടക്കമായിട്ടുള്ളത്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുടെ ശോഭ കെട്ടു, നിറം മങ്ങി എന്ന് പറഞ്ഞ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിടുന്നു. അന്ന് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അധികാരികളുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രധാനമായും ഉണ്ടായിട്ടുള്ള കണ്ടെത്തൽ. കാരണം ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നേരിട്ട് കൊടുത്തുവിടുകയായിരുന്നു. യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തമായി ഇത് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി അതൊരു പ്രദർശന വസ്തുവാക്കി എന്നതുൾപ്പെടെയുള്ള വലിയ വിവാദങ്ങൾ പുറത്തു വന്നു. ഒപ്പം ഇതിലുണ്ടായിരുന്ന സ്വർണം ഉരുക്കി, അതിൽ സാമ്പത്തിക നേട്ടമുണ്ടായി, സ്വർണം കവർന്നു എന്നതടക്കമുള്ള നിർണായകമായി ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു. അതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അറ്റകുറ്റപ്പണി നടത്തിയ സ്വർണ്ണപ്പാളികൾ വീണ്ടും തിരികെ സ്ഥാപിക്കുന്നത്. 98, 99 കാലത്ത് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത്. ചെമ്പിൽ സ്വർണം, ചെമ്പ് തകിടിൽ സ്വർണം പൊതിഞ്ഞ പാളികളായിരുന്നു. 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവരികയും 2025 അതേ പാളികൾ സ്വർണം പൂശുകയാണ് ചെയ്തത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്പോൺസർമാരും ചേർന്ന് ഇത് സ്വർണം പൂശിക്കൊണ്ടുവരികയായിരുന്നു. ദേവസ്വം ബോർഡ് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 10 ഗ്രാം സ്വർണമാണ് അധികമായി സ്വർണം പൂശാൻ ഉപയോഗിച്ചത്. ഇതിന്റെ ഈ താഴ്ഭാഗത്ത് ഉൾപ്പെടെ ഈ മങ്ങലേറ്റിരുന്നു, ചെമ്പ് തെളിഞ്ഞു കണ്ടിരുന്നു. അങ്ങനെയാണ് ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴും കൃത്യമായ മാനദണ്ഡങ്ങൾ ഇത്തവണയും പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയി, അതാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം. പക്ഷേ ആ അറിയിക്കാതെ കൊണ്ടുപോയത് കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചതോടുകൂടിയാണ് ഈ ശബരിമലയിൽ നടന്ന വലിയ ക്രമക്കേടുകളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വരാൻ ഇടയാക്കിയിട്ടുള്ളതും. എന്തായാലും നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും സ്ഥാപിക്കാൻ കഴിയും. ഇതിനുശേഷം ശുദ്ധക്രിയകളൊക്കെ തന്നെ നടക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിന് കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാകാതിരുന്ന ആ ഒരു കാര്യമാണ്, കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ഹൈക്കോടതിയുടെ ഉൾപ്പെടെ നിരീക്ഷണം ഈ ഘട്ടത്തിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു കരുതൽ, ആ ഒരു ജാഗ്രത ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ, ഇവരൊക്കെ തന്നെ സ്വീകരിക്കേണ്ട കൃത്യമായ ജാഗ്രത, കരുതലൊന്നും തന്നെ നേരത്തെ ഉണ്ടായിരുന്നില്ല. 2019 ഉദ്യോഗസ്ഥർ കാണിച്ച വലിയ അലംഭാവമാണ് ഈ വിവാദങ്ങൾക്കും സ്വർണ്ണക്കൊള്ളയ്ക്കും വഴിവെച്ചത് എന്നതാണ് നിലവിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇത് 2025 അറ്റകുറ്റപ്പണി നടത്തി തിരികെ സ്ഥാപിക്കുമ്പോൾ കൃത്യമായൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് ഏകദേശം ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏകദേശം ഒരു പകുതിയിലധികം തന്നെ ഇപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായ അളവുകൾ ആദ്യം വച്ചു നോക്കിയതിനു ശേഷം അത് ആ സ്വർണം പൂശിയ പാളികൾ തിരികെ സ്ഥാപിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പാളികളുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമാണ് പ്രധാനമായും ഈ ചെമ്പ് തെളിഞ്ഞു കണ്ടിരുന്നത്. ഈ 98, 99 കാലത്ത് സ്വർണം പൊതിഞ്ഞ പാളികൾ 2019 വരെ യാതൊരു കേടുപാടുകളും ഉണ്ടായിരുന്നില്ല. 2019 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി പിന്നീട് 2025 വീണ്ടും ഇത് കേടുപാട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ശോഭ മങ്ങുന്നു എന്ന് പറയുന്നതിൽ പോലും വലിയ ക്രമക്കേടുകൾ, വലിയ ദുരൂഹത ഉണ്ട് എന്ന്
എന്ന് പ്രത്യേക അന്വേഷണ സംഘവും ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. അതിൽ നിന്നാണ് ഈ സ്വർണ്ണപ്പാളികളിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം കാണിച്ചോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുകയും അതിൽ നിർണായകമായ പല കണ്ടെത്തലുകളും ഈ അന്വേഷണ സംഘം ആ ഒരു കണ്ടെത്തലുകളിൽ എത്തിച്ചേരുകയും ചെയ്തത്. ഇതിൽ നിന്ന് സ്വർണം കവർന്നിരിക്കുന്നു, ഒപ്പം ഇത് പലർക്കുമായി സ്വർണം പങ്കുവച്ചു എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന മൊഴികൾ ഇന്ന് പുറത്തു വന്നു. ആ പുറത്തു വന്ന ദിവസം കൂടിയാണ് ഇതിനൊക്കെ തന്നെ വഴിവെച്ച, ഇതിനൊക്കെ ആധാരമായ സ്വർണ്ണപ്പാളികൾ ഈ ശബരിമല ശ്രീകോവിലിൽ തിരികെ സ്ഥാപിക്കുന്നത്. എന്തായാലും തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇന്നുണ്ട്. തുലാമാസ പൂജകൾക്കായി നട തുറന്ന ആദ്യത്തെ ദിവസമാണ്. 4 മണിക്ക് ശബരിമല നട തുറന്നത് മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായി തന്നെ ആ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വലിയ വിവാദങ്ങളൊക്കെ ശബരിമലയിൽ നിലനിൽക്കുമ്പോഴും അതൊക്കെ തീർത്ഥാടന കാലത്തെ ബാധിക്കില്ല എന്നുള്ള ഒരു സൂചന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. നേരത്തെ ദേവസ്വം ബോർഡ് അടക്കം പറഞ്ഞിരുന്നത് ഒരു തരത്തിലും സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തീർത്ഥാടന കാലത്തെ ബാധിക്കില്ല എന്നതാണ്. എന്തായാലും ഇന്ന് ഈ നട തുറക്കുമ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്ന ഈ ദിവസം തന്നെ ശബരിമലയിൽ വലിയ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ കാലത്തെയും പോലെ ഭക്തിസാന്ദ്രമായി തന്നെയാണ് ഇന്നും ഈ നട തുറന്നത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് ഇപ്പോഴും ശബരിമല സന്നിധാനം. ഓരോ നിമിഷവും 18-ാം പടി കയറി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തുന്നത്. എന്തായാലും ആ ഒരു ഭക്തി നിർഭരമായ ഒരു നിമിഷം തന്നെയാണ് നിലവിൽ ശബരിമലയിൽ ഉള്ളത്. ആ ഒരു നിമിഷത്തിൽ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കും. ഈ സ്വർണ്ണപ്പാളികൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ആദ്യം വച്ചു നോക്കി അതിന്റെ അളവ് ഉറപ്പിച്ച ശേഷമാണ് അത് സ്ഥിരമായി പതിക്കുക അതിലേക്ക്. ഇതിന്റെ പകുതിയോളം നേരത്തെ സ്ഥാപിച്ചിരുന്നു. ഈ അളവുകൾ ഒത്തുനോക്കുകയാണ് നിലവിൽ ഈ ജീവനക്കാർ ഉൾപ്പെടെ ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. ദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ സ്വർണ്ണപ്പാളികൾ മുഴുവനായി തിരികെ സ്ഥാപിക്കാനാണ് തീരുമാനം. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.